പ്രിയപ്പെട്ടവരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുറിച്ചുള്ള വളരെ വിഷമകരമായ വാർത്തകളാണല്ലോ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് നിരന്തരമായ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ന്യായീകരിക്കുവാൻ ചിന്തിക്കുന്ന മനുഷ്യർക്കാർക്കും കഴിയില്ല. കാരണം രാഷ്ട്രീയം എന്തായിരുന്നാൽ തന്നെയും കേരളത്തിൽ ഭാവിയിൽ ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു നല്ല രാഷ്ട്രീയ സാഹചര്യത്തിന് ഉതകും വിധം ഒരു പുതിയ തലമുറയെ നോക്കിക്കാണുന്ന സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് കോൺഗ്രസിന്റെ പക്ഷത്തായിരുന്നാലും കമ്മ്യൂണിസ്റ്റിന്റെ പക്ഷത്തായിരുന്നാൽ തന്നെയും ആ തരത്തിൽ പുതിയ ഒരു തലമുറ ഇന്ന് വളർന്നു വരുന്നുണ്ട്. അവരെല്ലാവരും തന്നെ അത്ര പെർഫെക്റ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിൽ തന്നെയും വളരെ പ്രതീക്ഷ നൽകുന്ന പുത്തൻ തലമുറ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് പ്രത്യേകിച്ചും കുറെ ചെറുപ്പക്കാർ വളരെ ഊർജ്ജസ്വലരായി, വളരെ വിവേക ബുദ്ധിയോടുകൂടി, വളരെ ജനസ്വാധീനമുള്ളവരായി, ജനപ്രിയരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരിലാണ് കേരള ജനതയുടെ പ്രതീക്ഷ. നാളെ നല്ല ഒരു തലമുറ നമ്മെ ഭരിക്കും. അതിനി വലതുപക്ഷമായിരുന്നാലും ഇടതുപക്ഷമായിരുന്നാലും അങ്ങനെ ഒന്നുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ മലയാളി സമൂഹത്തിൽ നിലനിർത്തുന്നത് ഈ പുതിയ തലമുറയുടെ രീതികളാണ്. അതിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരായ ചെറുപ്പക്കാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 3-4 പേരിൽ ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം ഒരവസ്ഥയിൽ ചെന്നുപെട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അസ്തമിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ കടന്നുപോയ ഒരു സാഹചര്യം ഉണ്ടായത് ജനങ്ങൾക്കെല്ലാം തന്നെ ഒരു ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട്. അതിന് UDF എന്നോ LDF എന്നോ ഒന്നും തന്നെയില്ല. രാഷ്ട്രീയ അധികാരം മോഹിച്ച് കടന്ന് ഭയറ്റുന്ന കുറെ ആളുകളെ ഒഴിച്ചാൽ നല്ലത് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും എല്ലാം അതുണ്ടാക്കിയിട്ടുള്ളത് ഞെട്ടല് തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ രാഷ്ട്രീയ രംഗത്തെ ജീർണതകളെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന തിരിച്ചറിവുകളാണ്. ഇപ്പോൾ നമുക്കറിയാം, ശ്രീ ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അവസാനകാല അവസ്ഥ. അദ്ദേഹം ജീവിതത്തിന്റെ അവസാന കാലം മാനസികമായി തകർന്നതും ജീവിതത്തെ അങ്ങേയറ്റത്തെ പരീക്ഷണങ്ങളാക്കി മാറ്റുകയും ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് കാരണക്കാരി ഒരു സരിത. ആ സ്ത്രീ ഇന്ന് അനുഭവിക്കുന്ന ദുരന്തം എത്രത്തോളമാണ്. ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതിനെ ദൈവവിധിയായിട്ട് തന്നെ കാണാം. അതല്ലെങ്കിൽ പ്രവൃത്തിക്ക് ഫലമുണ്ടാകുമെന്നെങ്കിലും വിശ്വസിക്കുന്നവർക്ക് അതിനെ ആ തരത്തിലും കാണാം. ഇത് നമ്മുടെ നാട്ടിൽ കക്ഷി രാഷ്ട്രീയങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ജീർണതയുടെ പ്രതിഫലനമാണ്. ആ പ്രതിഫലനത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കാര്യങ്ങൾ പൂർണ്ണമായി ഏത് തരത്തിൽ ഉരുത്തിരിഞ്ഞു വരും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു
പൊതുസമൂഹത്തെ നോക്കിക്കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തെ അംഗീകരിക്കില്ല. രാഹുൽ പ്രത്യേകിച്ചും എടുത്തു കാണാൻ ഉള്ള കാരണം വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു, വളരെ ഊർജ്ജസ്വലനായിരുന്നു, വളരെ ക്രാന്തദർശിയായിരുന്നു, അതുപോലെ തന്നെ കഠിനാധ്വാനിയായിരുന്നു. ഈ ഗുണങ്ങളിലൊക്കെ ഒരു വളർന്നു വരുന്ന നേതാവിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ വിഷയമൊന്നുമല്ല. അപ്പോൾ അവിടെ കാണിക്കേണ്ട ജാഗ്രത ആ ചെറുപ്പക്കാരൻ കാണിച്ചില്ല. അദ്ദേഹത്തോടൊപ്പമുള്ള ഷാഫി പറമ്പിലായിരുന്നാലും അതുപോലെ തന്നെ മറ്റ് ചെറുപ്പക്കാരുകൾ, അതുപോലെയുള്ള മറ്റ് ചെറുപ്പക്കാരായിരുന്നാലും തന്നെ അവരെല്ലാം കാണിക്കുന്ന ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഈ ഉപതിരഞ്ഞെടുപ്പുകളുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പൊതുപ്രവർത്തനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ പലപ്പോഴും ഈ കൂട്ടത്തിൽ ഒരു നിയന്ത്രണം വിട്ടുപോകുന്നയാൾ രാഹുലായിരുന്നു. പലപ്പോഴും ചെറിയ ചെറിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നയാള് രാഹുലായിരുന്നു. ഇപ്പോൾ ആ അൻവറുമായുള്ള വിഷയത്തിൽ വി.ഡി. സതീശന്റെ അറിവ് കൂടാതെയോ അറിവോടുകൂടി അതെനിക്കറിയില്ല, ആ അൻവറിന്റെ വീട്ടിൽ രാത്രി പോയി എന്നൊക്കെയുള്ള ഒരു വലിയ സംഭവം കുറഞ്ഞ ദിവസത്തേക്കെങ്കിലും ആ ഇലക്ഷൻ സാഹചര്യത്തിൽ ഉണ്ടാക്കിയ പ്രശ്നം ചെറുതല്ല. അതുപോലെ തന്നെയാണ് സത്യം എന്തായിരുന്നാലും ശരി, നാളെ അത് ഏത് തരത്തിലായിരുന്നാലും ശരി, ഇപ്പോൾ കോൺഗ്രസിനുണ്ടാക്കി കൊടുത്തിരിക്കുന്ന പരിക്ക് ചെറുതുവല്ലതുമാണോ ഈ സംഭവം? ഒരിക്കലുമല്ല. രാഹുലിനെ പോലെയുള്ള അല്ലെങ്കിൽ ഷാഫിയെ പോലെയുള്ള ചെറുപ്പക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ UDF-ഉം അതുപോലെ തന്നെ കേരളത്തിൽ ഒരു ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ മനുഷ്യരും ഇവരിലൊക്കെയാണ് പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. അവിടെയാണ് ഈ അപ്രതീക്ഷിതമായ സ്ഫോടനം എന്ന് തന്നെ പറയാം സംഭവിച്ചിരിക്കുന്നത്. മാസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇലക്ഷന് വേണ്ടിയിട്ട്. ആ ഇലക്ഷനിൽ ഇനി എന്തു പറഞ്ഞുകൊണ്ട് ഈ രാഹുൽ ഒരു സ്ഥാനാർത്ഥിയാവും? ആക്കാൻ കഴിയും? കോൺഗ്രസിനാക്കാൻ കഴിയുമോ? ആക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ഒരു നല്ല പ്രവർത്തകനായി ഫീൽഡിൽ നിന്ന് പ്രവർത്തിച്ചേക്കാമായിരിക്കാം. ഔദ്യോഗിക സ്ഥാനത്തേക്ക് കടന്നു വരാൻ ഉടനെ ഒന്നും കഴിയില്ല. അതിന് അഗ്നിശുദ്ധി തന്നെ വരുത്തേണ്ടതായി വരും. ഞാനീ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗൗരവമായ കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നേക്കുന്ന, അതിൽ പ്രധാനമായി വന്നിരിക്കുന്നത് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു നടിയുടെ വെളിപ്പെടുത്തലാണ്. ആ നടി മീഡിയയെ കണ്ട് ഈ യുവ രാഷ്ട്രീയ പ്രവർത്തകൻ അടുത്തിടെ MLA ആയ അല്ലെങ്കിൽ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ തലപ്പത്തുള്ളയാൾ, ഇല്ല, കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ 4 കാലുണ്ട്, ഒരു തുമ്പിക്കൈയുണ്ട്, പക്ഷേ മൃഗം ഏതാണെന്ന് ഞാൻ പറയില്ല എന്ന് ഒരു ഉദാഹരണം വി.ഡി. സതീശൻ പറയുകയുണ്ടായി. എന്ന് പറഞ്ഞതുപോലെയാണ് പുതുതായി അധികാരത്തിൽ വന്ന MLA ആണ്, ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ തലപ്പത്തുള്ളയാളാണ്. അങ്ങനെ എല്ലാ ലക്ഷണങ്ങളും പറഞ്ഞ് ആളിന്റെ പേര് മാത്രം പറയില്ല, നോ കമന്റ്. ഈ മാധ്യമങ്ങൾ വായിലിട്ട് കുത്തി ആ യുവതിയോട് ചോദിച്ചു, ആളാരാണ്? നിങ്ങൾ പറയുന്ന ഈ തെറ്റുകാരൻ ആരാണ്? ആളിന്റെ പേര് പറയൂ. അവിടെ എല്ലാം നോ കമന്റ്. അപ്പോൾ ഈ മീഡിയക്കാർ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ചാനലാന്ന് തോന്നുന്നു, അങ്ങോട്ട് കയറി ചോദിക്കുന്നുണ്ട്,
രാഹുൽ മാങ്കൂട്ടത്തിലാണോ അത്? അവിടെയും നോ കമന്റ്. ഇപ്പൊ പറയാനുള്ളതെല്ലാം പറഞ്ഞു, എന്നാൽ പേര് മാത്രം പറഞ്ഞില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തൽ രംഗത്ത് വന്നതോടുകൂടി അതിന് പിന്നാലെ ഒരു ഫോൺ സന്ദേശത്തിന്റെ ക്ലിപ്പ് പുറത്തായി. അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു മീഡിയ പ്രവർത്തകയാണെന്ന് പറയുന്നു. ആളിന്റെയും പേര് രംഗത്ത് വന്നിട്ടില്ല. ആയിട്ടുള്ള അവരുടെ ഒരു അവിഹിത ബന്ധത്തിന്റെയോ അതിലൂടെ ആ സ്ത്രീ ഗർഭം ധരിച്ചതിന്റെയോ അതുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നു. അത് സംഗതിയെ കൂടുതൽ രൂക്ഷമാക്കി. ആ സാഹചര്യത്തിൽ AICCയുടെ തീരുമാനപ്രകാരമാണെന്ന് പറയുന്നു. അത് ഔദ്യോഗികമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നില്ലെങ്കിൽ തന്നെയും തന്റെ ഭാഗമെല്ലാം ന്യായീകരിച്ചുകൊണ്ട് ഒരുമാതിരി ഉഡായിപ്പ് ന്യായീകരണം തന്നെയാണ് അവിടെ അദ്ദേഹം അന്നേരം നടത്തിയത്. അത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കുന്നതായിട്ട് അവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് പിന്തിരിയുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അന്ന് കണ്ടത്. ഇപ്പോൾ അതിനകത്തുള്ള നിജസ്ഥിതി എന്താണ്? പരാതി പറയുന്നവരാരും തന്നെ ഔദ്യോഗികമായി പോലീസിലോ കോടതിയിലോ പരാതിപ്പെട്ടിട്ടുമില്ല. അത് പരാതിപ്പെട്ടെങ്കിൽ മാത്രമേ ഇത് നിയമത്തിന്റെ വഴിക്ക് പോവുകയും അന്വേഷണങ്ങൾ നടക്കുകയും അതിനകത്തെ കല്ലും നെല്ലും തിരിയുകയും ചെയ്യുകയുള്ളൂ. അത് ചെയ്യുന്നില്ല. അവിടൊക്കെ ദുരൂഹതയാണ്. ഈ ദുരൂഹതയാണ് ഇതിന്റെ സത്യവും അസത്യവും ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷനാക്കി മാറ്റുകയും ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ തരമില്ല. ഇപ്പോൾ ഇന്ന് തന്നെ കുറെ സോഷ്യൽ മീഡിയ ചാറ്റുകൾ കാണാനിടയായി. അതിനകത്തൊക്കെ നമ്മുടെ നാട്ടിലെ കുറെ യുവതികളും വീട്ടമ്മമാരും ഒക്കെ പ്രതികരിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. രണ്ട് കൈയും കൂട്ടിമുട്ടാതെ ശബ്ദം ഉണ്ടാവില്ല. തീർച്ചയായും വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ച വീഡിയോ ചാറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പറയപ്പെടുന്ന പെൺകുട്ടിയുമായോ അല്ലെ പെൺകുട്ടികളുമായോ ഉള്ള ചാറ്റുകൾ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണെന്നാണ് പറയുന്നത്. ബന്ധപ്പെട്ടിരിക്കുന്ന യുവതികളെല്ലാം 1-2 കൊല്ലങ്ങൾക്ക് മുമ്പ് മുതൽ പരം ചാറ്റിംഗ് നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിൽ വീഡിയോ ചാറ്റിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാറ്റുകൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇവർ അതിന് മറുപടി കൊടുക്കാതെ പിന്മാറുന്നില്ല എന്നാണ്. അപ്പോൾ ഈ യുവതികളുടെ ഭാഗത്തു നിന്നും അത് പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് കണ്ടിന്യൂ ചെയ്തു പോയത് എന്ന് ഈ വീട്ടമ്മമാർ ചോദിക്കുന്നുണ്ട്. അത് ശരിയല്ലേ? തീർച്ചയായിട്ടും ഇവർക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചുകൂടാ? അപ്പോൾ ഇവരുടെ സമ്മതത്തോടുകൂടി ഇവര് രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ഒരു മിടുക്കനായ രാഷ്ട്രീയ പ്രവർത്തകനെ കയ്യിൽ കിട്ടി എന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി ആ ബന്ധം നിലനിർത്താൻ ശ്രമിക്കുകയും അത് കൈവിട്ടു പോവുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കാത്ത സാഹചര്യം വരുമ്പോൾ ഈ തരത്തിൽ മാധ്യമങ്ങളെ കണ്ട് അത് പുറത്തുവിടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കാണിച്ചിട്ടുള്ളത് എന്നാണ് ഈ ചാറ്റുകളിൽ ഈ വീഡിയോ ക്ലിപ്പുകളിലെല്ലാം തന്നെ ഈ മഹതികൾ പറയുന്നത്. അതിൽ ഒരു സഹോദരിയുടെ ഒരു ഷോട്ട് നമുക്കൊന്ന് കാണാം. ഇന്ന് പെൺകുട്ടികളോടാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ തന്നെയാണ് കേട്ടോ. അതായത് ആ പെൺകുട്ടി വന്ന് പറയുന്നത് കേട്ടു, ടെലിഗ്രാമിൽ സീക്രട്ട് മെസ്സേജസ് ആണ് അയക്കാറുള്ളത്.
വീഡിയോ കോൾ വരുമ്പോ ഇരുട്ടിന്റെയും മറവിലാണ് വരുന്നത്. അതുകൊണ്ട് ഫേസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കോൾ എടുത്തത് കൊണ്ടല്ലേ ഇരുട്ടിന്റെ ഇതിലാണ് വരുന്നത് എന്ന് മനസ്സിലായത്. ഈ ടെലിഗ്രാം മെസ്സേജസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങോട്ട് മെസ്സേജസ് വന്നോണ്ടിരുന്നത്. റിപ്ലൈ കൊടുത്തില്ലായിരുന്നെങ്കിൽ വരത്തില്ലായിരുന്നല്ലോ. അപ്പൊ എന്തിനീ കോൾ എടുക്കാൻ പോയി, എന്തിനീ മെസ്സേജസിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പോയി? ഇതെല്ലാം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വന്ന് കംപ്ലൈന്റ് ചെയ്യുന്നത് എന്താണ്? അന്ന് ധൈര്യം ഇല്ലെന്ന് പറയരുത്. കാരണം ഒരു രാഷ്ട്രീയക്കാരന് മെസ്സേജ് അയക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യാനുള്ള ധാരാളം യുവതികൾ അന്നും സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ലോജിക്കാണ് എനിക്ക് മനസ്സിലായത്. സോഷ്യൽ മീഡിയയിൽ അവരുടെ വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ആർക്കും ഇത് അവരുടെ യുക്തിക്ക് നിരക്കുന്നതായിട്ട് തോന്നുന്നില്ല. റിപ്ലൈ ചെയ്യാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാന് പലപ്പോഴും വിയോജിക്കാറുള്ള ഒരാളാണ് രാഹുൽ ഈശ്വർ. സൈലന്റ് ആയിട്ട് നമുക്ക് രാഹുൽ ഈശ്വറിന്റെ പല നിലപാടുകളോടും നമുക്ക് യോജിക്കാനൊക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അധികവും മുൻപാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് രാഹുൽ ഈശ്വർ പരസ്പര സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി ജീവിക്കണം, എല്ലാവരും പരസ്പരം അവരവരുടെ വിശ്വാസങ്ങളെ മാനിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള വീഡിയോകളുമൊക്കെ അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വരാറുണ്ട്. ആ രംഗത്ത് അദ്ദേഹത്തെ ഇപ്പൊ പല ആളുകളും ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ അധികം ആളുകൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ക്ലിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. പക്ഷേ ഇതൊന്നും ശരിയല്ല. സേ നോ വേർ എവർ റിക്വയർഡ്, സേ അറ്റ് ദി മൊമെന്റ്. ഇതാണ് പെൺകുട്ടികൾ പഠിച്ചിരിക്കേണ്ട ഫസ്റ്റ് ഇത്. അല്ലാതെ പ്രശസ്തിക്കോ അല്ലെങ്കിൽ പണത്തിനോ വേണ്ടിയിട്ട് ഇതൊന്നും മിസ്യൂസ് ചെയ്യരുത്. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ആണാണ്, ഒരു പുരുഷനാണ്, ഒരു മനുഷ്യനാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്താ തെളിവുള്ളത്? ഉണ്ടെങ്കിൽ ആക്ഷൻ എടുക്കണം. ഏതെങ്കിലും സ്ത്രീക്ക്, ഒരു സ്ത്രീക്കല്ല, ഏതെങ്കിലും സ്ത്രീക്ക് അങ്ങനെ രാഹുൽ മോശം മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക ചുവയോടുകൂടി 5 സ്റ്റാർ ഹോട്ടലിൽ വരൂ, നമുക്ക് മുറിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തെറ്റാണ്. പക്ഷെ തെളിവുകൾ എവിടെ എന്ന് ചോദിക്കാനുള്ള ബേസിക് മര്യാദ കാണിക്കുക കോൺഗ്രസ്സുകാരാ. എനിക്ക് കോൺഗ്രസ്സുകാരോട് ചിലപ്പം ദേഷ്യം തോന്നുന്നതിന്റെ റീസൺ എന്നറിയാവോ? ഓർമ്മയുണ്ടോ ഉമ്മൻചാണ്ടി സാറിനെ? ഈ മനുഷ്യനെ ഓർമ്മയുണ്ടോ? ഉമ്മൻചാണ്ടി സാറിനെ എത്ര വർഷം വേട്ടയാടി? എത്ര വർഷമാണ് ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയത്? സരിത എന്ന ആളുടെ കള്ളപ്പരാതി കാരണം. എന്നിട്ട് പറയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ക്ലിഫ് ഹൗസിൽ വെച്ച് പല കാര്യങ്ങളും ഉമ്മൻചാണ്ടി സാറ് ചെയ്യിച്ചു. ഉമ്മൻചാണ്ടി സാർ എനിക്ക് അച്ഛനെ പോലെയാണെന്ന് ആദ്യം പറഞ്ഞ സ്ത്രീയാണ്. ഇതൊരു വിച്ച് ഹണ്ടായി മാറാതിരിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിൽ നടപടി എടുക്കട്ടെ. ചോദിക്കുക കോൺഗ്രസ്സുകാരാ തെളിവ്. രാഹുൽ ഈശ്വറിന്റെ ഈ നിലപാട് ഒരു പരിധിവരെ ശരിയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇവർ തമ്മിൽ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുകയും ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയും ചെയ്ത് പിന്നെ അതിന് വിഘാതം സംഭവിച്ചപ്പോൾ ഒരാൾ മറ്റൊരാളിനെ ബ്ലെയിം ചെയ്തുകൊണ്ട് വരുമ്പോൾ അത് അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. ആ ചോദ്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചെങ്കിലും MLA സ്ഥാനം തുടരുകയാണ്. ആ MLA സ്ഥാനം തുടരുന്നത് ശരിയാണെന്നും ശരിയല്ലെന്നും പറയുന്ന തരത്തിലേക്ക് പൊതുജനാഭിപ്രായം മുന്നോട്ട് വരുന്നുണ്ട്. ശരിയല്ലെന്ന് പലരും പറയുന്നു, ശരിയാണ്, അത് തുടരുന്നതിനകത്ത് തെറ്റില്ല. ഈ വിഷയങ്ങൾക്ക് ഒരു തീരുമാനമാകുമ്പോൾ അല്ലെങ്കിൽ ഇതിനകത്തെ ശരിയും തെറ്റും രംഗത്ത് വരുന്നിട്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ കേരളം ഭരിക്കുന്ന ഭരണകക്ഷി, പ്രത്യേകിച്ച് CPM നേതാക്കളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അയാൾക്കിനി MLA സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല, അയാളുടെ തെറ്റുകൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന നേതാക്കൾ CPM ഭാഗത്തുണ്ട്. അതിനു വേണ്ടിയിട്ട്
അവര് ബഹുജന പ്രക്ഷോഭങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പലയിടത്തും സമരങ്ങളും ജാഥകളും ഒക്കെ നടക്കുന്നുണ്ട്. കോൺഗ്രസ് ഓഫീസ് പിക്കറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അത് പറയുവാൻ എത്രത്തോളം ഈ ഭരിക്കുന്നവർക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ് മറുഭാഗത്തു നിന്നുള്ള ചോദ്യം. കാരണം ധാരാളം ഇടതുപക്ഷ നേതാക്കന്മാർ, CPM നേതാക്കന്മാർ ഈ സമാന സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ അധികാരത്തിൽ തുടരുന്നുണ്ട്. മന്ത്രിസ്ഥാനത്തും MLA സ്ഥാനത്തുമൊക്കെ അവർ തുടരുന്നു പോകുന്നുണ്ട്. അവിടെയെല്ലാം അവർ ഓരോരോ ന്യായീകരണങ്ങൾ കണ്ട് ആ സ്ഥാനത്ത് തുടരുകയാണ് ചെയ്യുന്നത്. ആ സ്ഥിതിക്ക് അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനം രാജിവെക്കുവാൻ പറയുവാൻ എന്താണ് അവകാശം എന്ന് കോൺഗ്രസുകാർ തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. വളരെ നീതിപൂർവമല്ലാത്ത തരത്തിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ വെച്ചു പുലർത്തുന്ന പലരും ഭരണകക്ഷിയുടെ ഭാഗത്ത് ഇപ്പോൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ അധികാരത്തിൽ ഇരുന്ന പല ആളുകളും ഇപ്പോഴും അതിന് നിയമത്തിന്റെ മുന്നിൽ തീരുമാനമുണ്ടാക്കാത്ത തരത്തിൽ തുടരുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരുടെ ധാരാളം പേരുകളുമായി സോഷ്യൽ മീഡിയ ഇന്ന് സജീവമാണ്. ധാരാളം പേരുടെ ചിത്രങ്ങൾ അവരുടെ പേരൊന്നും ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഇന്ന് ഞാൻ കണ്ട ഒരു പോസ്റ്റർ ഞാൻ ഇതിനകത്ത് പങ്കുവെക്കുന്നു എന്ന് മാത്രം. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ നാടിൻ്റെ സാഹചര്യം. പ്രത്യേകിച്ച് ഈ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൊടുക്കേണ്ട മഹത്വം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട പ്രിവിലേജസ് എന്തെന്ന് തിരിച്ചറിയാത്ത തരത്തില്, അല്ലെങ്കിൽ അതിന് വികലമായി കാണുന്ന നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനെതിരെ നമ്മൾ കുറെ കൂടി ജാഗരൂകരായി കഴിയുക, കുറെ കൂടി നിയമത്തിന്റെ അവബോധം നിലനിർത്തുക, അതിലെല്ലാം ഉപരി ഒരു സാഹോദര്യ സ്നേഹം നമ്മളുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാനും, നമ്മളുടെ രാഷ്ട്രീയ രംഗത്തുള്ളവർ അവരുടെ അതിൻ്റെതായ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കാനും ശ്രമിക്കുക എന്ന് മാത്രമേ ഇത്തരുണത്തിൽ പറയാനുള്ളൂ. അവസാനമായി പറയാനുള്ളത്, ഈ വിവാദ സാഹചര്യത്തിൽ ഒരു പേര് കൂടി ഉയർന്നു കേൾക്കുകയുണ്ടായി. അത് ഹണി ഭാസ്കരൻ്റെതാണ്. ഹണി ഭാസ്കരൻ എനിക്ക് അറിയാവുന്നയാളാണ്. ഞാൻ UAE-യിൽ അബുദാബിയിൽ കഴിയുന്ന അവസാന കാലഘട്ടത്തിലാണ് ഹണി ഭാസ്കരൻ ഒരു പ്രവാസിയായി അവിടെ വന്നത്. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ പ്രതീക്ഷയുള്ള ദക്ഷിണാശാലിയായ ഒരു എഴുത്തുകാരിയാണ് ഹണി ഭാസ്കരൻ. ഇതിനോടൊപ്പം തന്നെ അവരുടെ പുസ്തകങ്ങളൊക്കെ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഈ അടുത്ത കാലത്ത് തിരുവല്ലയിൽ നടന്ന ഒരു ഫംഗ്ഷനിലൊക്കെ പങ്കെടുത്തിരുന്നു. അവരുടെ പേര് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് വിവാദത്തിലേക്ക് പോയതായി എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ചില ഫേസ്ബുക്ക് പോസ്റ്റിൽ ധാരാളം ആളുകൾ വളരെ മോശപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അത് കണ്ടപ്പോൾ ഒരു വല്ലാത്ത ഒരു വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതിവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. ഈ തരത്തിൽ വളരെ മോശമായ വാക്കുകൾ കൊണ്ട് കമന്റ് ചെയ്യേണ്ട ഒരു കലാകാരിയല്ല, ഒരു എഴുത്തുകാരിയല്ല ഹണി ഭാസ്കരൻ. അവർക്ക് അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാകാം, ആർക്കും അവരവരുടേതായ രാഷ്ട്രീയം ഉണ്ടാകാം. പക്ഷേ അതെന്തായിരുന്നാൽ തന്നെയും, അതിൽ നിലപാടെടുത്താൽ തന്നെയും, അതിൽ പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും തന്നെയും
നിങ്ങൾ ഒരു എഴുത്തുകാരിയായി കാണണം എന്നാഗ്രഹിക്കുന്ന ധാരാളം വായനക്കാർ നിങ്ങൾക്കുണ്ട്. അവരുടെ വികാരത്തെ നിങ്ങൾ മാനിച്ചുകൊണ്ട് അതിൽ ഗൗരവമായ ഒരു നിലപാടെടുത്തു പോകണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഈ വളരെ തരം താഴ്ന്ന ഫേസ്ബുക്ക് കമൻറ്റുകൾ വാരിക്കൂട്ടുന്ന തരത്തിലേക്കുള്ള വിഷയങ്ങൾ വിട്ടുനിൽക്കും, അങ്ങനെ നിൽക്കണം എന്ന് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് പറഞ്ഞെന്ന് മാത്രം. എല്ലാം നന്മയിലായിത്തീരട്ടെ. നമ്മുടെ രാഷ്ട്രീയ രംഗം കുറെ കൂടി സത്യസന്ധമാകുന്ന തരത്തിൽ, മാനവികത നിലനിന്നു പോകുന്ന തരത്തിൽ ആകട്ടെ എന്നും അതിനുവേണ്ടി കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെൻ്റെ ഹൃദയം നിറഞ്ഞ കുപ്പുകൾ.